بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. نعم. فإن لم يتفقا ما بعد، فيقول المصنف رحمه الله: فإن لم يتفقا أي الخصمان على الأصل من حيث الحكم والعلة، ولكن قام المستدل إثبات حكمه بدليل ثم إثبات العلة بطريق، فالأصح قبوله في ذلك. نعم. فإن لم يتفقا أي الخصمان في المناظرة لم يتفقا على الأصل، أي لم يتفقا على ثبوت الحكم للمقيس عليه، أو اتفقا على ذلك لكن لم يتفقا على أن العلة هو الوصف الفلاني. ولكن رام المستدل إثبات حكمه. പക്ഷേ മുസ്തദിൽ എന്തുദ്ദേശിച്ചു? ആദ്യം ഹുക്കും മഖീസലേക്ക് ഹുക്കുമുണ്ട് സുബൂത്താക്കുക, ഏതെങ്കിലും ഒരു ദലീല് കൊണ്ട്, ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ എന്ത് മഖീസലേക്ക് ഹുക്കുമുണ്ട് എന്ന് സുബൂത്താക്കുക. പിന്നെ ആ ഹുക്കുമിന്റെ ഇല്ലത്തിന്റെ വസ്ഫാണ് എന്നും സുബൂത്താക്കുക. ഇസ്ബാത്തൽ ഇല്ലത്തി ബിതരീഖിൻ, ഏതെങ്കിലും ഒരു തരീഖ് കൂടെ, അതായത് മസാലിക്കുല്ലില്ലത്ത് മസാലിക്കുല്ലില്ലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന വസ്ഫാണ് ഇല്ലത്ത് എന്ന് സുബൂത്താക്കാനുള്ള ദലീലുകളാണല്ലോ. ആ ദലീലുകളിൽ പെട്ട ഏതെങ്കിലും ഒരു ദലീലിലൂടെ ഇന്ന വസ്ഫാണ് ഇല്ലത്ത് എന്ന് സുബൂത്താക്കാനും ഉദ്ദേശിച്ചു. വല്ലസഹു ഖബൂലുഹു ഫീ ദാലിക്, അവിടെ അസഹ് എന്താണ്? കബൂലുഹു, അയ്യ കബൂല് മുസ്തദിലിനെ സ്വീകരിക്കും, ഫീ ദാലിക അതിലോനെ സ്വീകരിക്കും. അപ്പോ എന്തായിക്കൊള്ളുന്നില്ല, മഖീസ് അലൈന്റെ ഹുക്കുമ്, മഖീസ് അലൈക്ക് ഹുക്കുമുണ്ട് എന്നുള്ളത് രണ്ടാളും ഇത്തിഫാഖായിക്കൊള്ളുന്നില്ല. പിന്നെ അതിന്റെ ഇല്ലത്തിൻ്റെതാണ് എന്നുള്ളതും രണ്ടാളും ഇത്തിഫാഖായിക്കൊള്ളുന്നില്ല. ഒന്നിരിക്കൽ അങ്ങനെ ഇത്തിഫാഖാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മുസ്തദില് ഹുക്കുമിനെ സുബൂത്താക്കുക, പിന്നെ അതിന്റെ ഇല്ലത്തിൻ്റെതാണ് എന്ന് സുബൂത്താക്കുക. എന്നിട്ട് അവൻ പറയാ ഏത് ആ ഇല്ലത്ത് മഖീസിലും ഉണ്ട്, അപ്പൊ മഖീസിലും അതേ ഹുക്കുമ് വേണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമല്ലേ? സ്വീകരിക്കും. അപ്പൊ അത് സ്വീകരിക്കും നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏത്? മഖീസ് അലൈന്റെ ഹുക്കുമ് രണ്ടാളും സമ്മതിക്കുന്നതാവണം എന്ന് പറഞ്ഞത്. അതും ഇതും കൂടി കൂട്ടി വായിക്കുമ്പോ എന്തായി? ഒന്നിരിക്കൽ രണ്ടാളും സമ്മതിക്കണം, അല്ലെങ്കിൽ രണ്ടാളും സമ്മതിക്കാത്തോടത്ത് മുസ്തദിൽ അത് സുബൂത്താക്കണം. അതാണ് നിബന്ധന. എന്തല്ല, രണ്ടാളും ഇത്തിഫാഖാകലും മാത്രമല്ല, ഒന്നിരിക്കൽ രണ്ടാളും ഇത്തിഫാഖാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മുസ്തദില് ദലീല് ഏതെങ്കിലും ഒരു ദലീലിന്റെ അടിസ്ഥാനത്തിൽ മഖീസലേക്ക് ഹുക്കുമുണ്ട് സുബൂത്താക്കുക, പിന്നെ അതിന്റെ ഇല്ലത്തിൻ്റെതാണ് എന്നുള്ള ഏതെങ്കിലും മസാലിക്കുല്ലില്ലത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മസലക്കിലൂടെ അതും സുബൂത്താക്കുക. അത് മതി. لأن إثباته بمنزلة اعتراف الخصم، لأن إثباته കാരണം മുസ്തദിലിന്റെ ഇസ്ബാത്ത്, മുസ്തദില് മഖീസലേക്ക് ഹുക്കുമ് സുബൂത്താക്കല്, അല്ലെങ്കിൽ അതിന്റെ ഇല്ലത്തിന്റെ ഉസ്ഫാണ് സുബൂത്താക്കല്, മുസ്തദിലിന്റെ ഇസ്ബാത്ത് ബിമൻസിലത്തി ഇഅ്തിറാഫിൽ ഖസ്മി, എതിരാളിയുടെ സമ്മതത്തിന്റെ സ്ഥാനത്താണ്. وقيل لا يقبل لا بد من اتفاقهما على الأصل صونا للكلام عن الانتشار. അസഹിന്റെ മുഖാബലക്കാരെന്താ പറഞ്ഞത്? അത് സ്വീകരിക്കൂല. പിന്നെന്ത് വേണം?
രണ്ടാളും സമ്മതിക്കണം. അതവലടിയിൽ മുത്തഫഖുൻ അലൈഹി അത് തന്നെ വേണം. അതുപോലെ അതിന്റെ ഇല്ലത്ത് ഇന്നതാണ് എന്നുള്ളതും ഒരടിയിൽ മുത്തഫഖുൻ അലൈഹി ആവുക തന്നെ വേണം. എന്ത് പോരാ, ഇത്തിഫാഖില്ലാത്തോട് മുസ്തദില് അത് സുബൂത്താക്കിയാ പോരാ. لا يقبل ولا بد من اتفاقهما على الأصل، أي لا بد من اتفاقهما على الأصل من حيث الحكم أو العلة صونا للكلام عن الانتشار. കലാം മുന്തശറാകാതിരിക്കാൻ വേണ്ടി അഥവാ മുനാവറ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അപ്പോ അത് ശരിയല്ല. മുനാവറ നീണ്ടുപോകുന്ന നമ്മൾ സമ്മതിക്കൂല. മുനാവറന്റെ നീളലും ചുരുക്കും നീളാതക്കലും കണക്കാക്കല മുനാവറ കൊണ്ടുള്ളതായിരിക്കും. ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാണ് മുനാവറ സംഘടിപ്പിച്ചിരിക്കണത് മക്കീസലയ്ക്ക് ഹുക്കുമ് സുബൂത്താക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അത് മക്കീസലയിലെ ഹുക്കുമ് സുബൂത്താക്കുക, അതുപോലെ ഇല്ലത്ത് സുബൂത്താക്കുക, ആ ചർച്ചയൊക്കെ എന്ത് ചെയ്യും, ഇന്തിഷാറാവും. നേരെ മറിച്ച് ആദ്യം തന്നെ സംഘടിപ്പിച്ചത് ഇതിനു വേണ്ടിയാണെങ്കിൽ മക്കീസലയ്ക്ക് ഹുക്കുമിനെ സുബൂത്താക്കുക, അതിന്റെ ഇല്ലത്തിൻ്റെതാണ് സുബൂത്താക്കുക, എന്നിട്ട് അത് മക്കീസിലുണ്ട് അതുകൊണ്ട് ഹുക്കുമുണ്ട് എന്ന് സുബൂത്താക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മുനാവറ ആകുമ്പോ ഈ സംഗതി കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, മുനാവറയിൽ കലാം മുന്തശിറാവൂല, മുനാവറ വഴി വിട്ടു പോകൂല. والصحيح أنه لا يشترط في القياس الاتفاق أي الإجماع ولا تعليل حكم الأصل أو النص على العلة. صحيح എന്താണ്, ലാ യുഷ്തറത്തു ഫിൽ ഖിയാസ്, ഖിയാസിൽ ഷർത്തില്ല. എന്ത് ഷർത്തില്ല? അൽ ഇത്തിഫാഖു ഐൽ ഇജ്മാഉ, മുജ്തഹിദീങ്ങളെ ഇജ്മാ ഉണ്ടാകല് അലാ തഅലീൽ ഹുക്മിൽ അസ്ലി, അസ്ലിന്റെ ഹുക്മ് മുഅല്ലലാണ്, ഇല്ലത്തറിയപ്പെട്ടതാണ്, തഅബ്ബുദി അല്ല, അത് ഇല്ലത്തറിയപ്പെട്ടതാണ് എന്നതിന്റെ മേലിൽ മുജ്തഹിദി ഈ ഉമ്മത്തിന്റെ മുജ്തഹിദീങ്ങൾക്ക് ഇജ്മാ ഉണ്ടാവല് ഷർത്തില്ല. മഖീസലൈന്റെ ഹുക്മ് മുഅല്ലലാണ് അഥവാ ഇല്ലത്തറിയപ്പെട്ടതാണ് ഉണ്ടാവും. മുഅല്ലൽ പറഞ്ഞാൽ ഇല്ലത്ത് അറിയപ്പെട്ടു, ഇല്ലത്തുള്ളത് എന്നല്ല. എല്ലാത്തിനും ഇല്ലത്തുണ്ടാവും, പക്ഷെ ചിലത് നമ്മൾ അറിയില്ല, ചിലതിന്റെ ഇല്ലത്ത് നമ്മൾ അറിയും. അറിയാത്തതാകുമ്പോ അതിന് തഅബ്ബുദി അറിയും. അപ്പൊ മഖീസലൈന്റെ ഹുക്മ് മുഅല്ലലാണ്, തഅബ്ബുദി അല്ല, ഇല്ലത്തറിയപ്പെട്ടതാണ് എന്ന് ഉമ്മത്തിന് ഇജ്മാ ഉണ്ടാവല് ഷർത്തൊന്നുമില്ല ഖിയാസ് സഹിയാകാന്. പിന്നെ അവിന്നസ്സു അലൽ ഇല്ലത്തി, അതുപോലെ തന്നെ അതിന്റെ ഇല്ലത്തിൻ്റെതാണ് നസ്സ് കൊണ്ട് സുബൂത്താകല് അതും നിർബന്ധമില്ല, അതും ഷർത്തല്ല. അൽ മുസ്തൽസിമു ലിതഅലീലിഹി, ഇല്ലത്തിൻ്റെതാണ് നസ്സ് കൊണ്ട് സുബൂത്തായാൽ ഹുക്മു മുഅല്ലലാണ് എന്ന് സുബൂത്തായല്ലോ. അപ്പൊ ഈ ഷർത്തിന്റെ ഹാസിൽ എന്താ? മഖീസലൈന്റെ ഹുക്മ് മുഅല്ലലാണ് എന്ന് സുബൂത്താവല് ഷർത്തില്ല. അത് സുബൂത്താകൽ എങ്ങനെ? ഒന്നോക്കല് ഇജ്മാ മുഅല്ലലാണ് എന്ന് മുജ്തഹിദീങ്ങൾ, ഉമ്മത്തിന്റെ മുജ്തഹിദീങ്ങൾ ഇജ്മാ ആകൽ കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇല്ലത്തിൻ്റെതാണ് എന്ന് നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടു. ഇല്ലത്തിന് നസ്സ് കൊണ്ട് സുബൂത്തായാൽ മുഅല്ലലാണ് എന്ന് സ്ഥിരക്കാര് ഷർത്താക്കുന്നത് രണ്ടാലൊന്നാ. എന്ത്? ഒന്നോക്കല് മുഅല്ലലാണ് ഇജ്മാ, അല്ലെങ്കിൽ പിന്നെ അത് അതിന്റെ ഇല്ലത്തിൻ്റെതാണ് നസ്സ്. അത് രണ്ടായാലും അത് മുഅല്ലലാണ്. ഇജ്മാ ആയാലും മുഅല്ലല ഇല്ലത്തിൻ്റെതാണ് എന്ന് നസ്സ് കൊണ്ട് സുബൂത്തായാലും രണ്ടുകൊണ്ടും സുബൂത്താവുന്നത് എന്താണ്? മുഅല്ലലാണ്. അപ്പൊ മുഖാബലക്കാരെ കൗലി നമുക്ക് ഇങ്ങനെ ചുരുക്കാം. ഓര് പറഞ്ഞത് മുഅല്ലലാണ് തുബൂത്താവണം. അത് തുബൂത്താകാനുള്ള മാർഗം ഒന്നൂക്കൽ ഇജ്മാ, അല്ലെങ്കിൽ
അതിന്റെ ഇല്ലത്തിന്നതാണ് എന്ന് നെസ്സുകൊണ്ട് സുബൂത്താകല്. കാരണം ഇന്നതാണ് അതിന്റെ ഇല്ലത്ത് എന്ന് നെസ്സുകൊണ്ട് സുബൂത്താവുമ്പോഴൊക്കെ അത് മുഅല്ലലാണ് സുബൂത്തായല്ലോ. അപ്പൊ മുഅല്ലലാണ് എന്ന് സുബൂത്താകല് ഷർത്തില്ല. എങ്ങനെയാ സുബൂത്താകല്? ഒന്നുകിൽ ഇജ്മാ കൊണ്ട്, അല്ലെങ്കിൽ അത് അതിന്റെ ഇല്ലത്തിന്നതാണ് എന്ന് നെസ്സിലൂടെ സുബൂത്താകൽ കൊണ്ട് ആ ഹുക്കുമു മുഅല്ലലാണ് എന്ന് സുബൂത്താകൽ ഷർത്തില്ല. അപ്പൊ മുഖാബലക്കാർ പറഞ്ഞത് അത് ഷർത്താണ്. ഈ രണ്ടാലൊരു മാർഗത്തിൽ കൂടെ മുഅല്ലലാണ് സുബൂത്താകൽ ഷർത്താണ്. വസ്സഹീഹു അന്നഹു ലാ യുശ്തറതു ഫിൽ ഖിയാസിൽ ഇത്തിഫാഖു വൽ ഇജ്മാഉ. ഇത്തിഫാഖ് കൊണ്ട് ഉദ്ദേശം ഇത്തിഫാഖുൽ ഖസ്മൈനി അല്ല, ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മ, ഇജ്മാഅ് അലാ തഅലീൽ ഹുക്മിൽ അസ്ലി അലാ അന്നഹു മുഅല്ലലുൻ അവിൻ നസ്സു അലൽ ഇല്ലതി അൽ മുസ്തൽസിമു. ഈ ഇല്ലത്തിന്റെ മേലെ നസ്സാക്കല്, ഇല്ലത്ത് കൊണ്ട് നസ്സ് കൊണ്ട് ഇല്ലത്തിന്നതാണ് എന്ന് സുബൂത്താകല് എന്തിനെ ലാസിമാക്കും? ലി തഅലീലിഹി, ഹുക്മു മുഅല്ലലാണ് എന്നതിനെ ലാസിമാക്കും. ലിഅന്നഹു ലാ ദലീല അലാ ഇശ്തിറാത്തി ദാലിക്, കാരണം അത് ഷർത്താണ് എന്നതിന് ദലീലൊന്നുമില്ല. ബൽ യക്ഫി ഇസ്ബാതു തഅലീലി ബിദലീൽ, യക്ഫി അൻ യുസ്ബിതൽ മുസ്തദില്ലു അത്തഅലീല ഐ കൗനൽ ഹുക്മി മുഅല്ലലൻ. സുബൂത്താക്കിയാ മതി, ബിദലീലിന് ഒരു ദലീൽ കൊണ്ട് സുബൂത്താക്കിയാ മതി. വഖദ് തഖദ്ദമ وقد تقدم أنه لا يشترط الاتفاق ولا وجود للتي എന്ത് ഷർത്തില്ല? ഇത്തിഫാഖ് വലാ വുജൂദ് ലില്ലത്തി, ഇല്ലത്ത് ഉണ്ട് എന്നതിന് ഇത്തിഫാഖ് ഷർത്തില്ല. ഖിലാഫൻ ലിമൻ സഅമഹു, അങ്ങനെ ചിലര് സഅം ചെയ്താണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഉസ്മാനുൽ ബത്തി എന്ന് പറഞ്ഞതായിരിക്കുന്ന ഹനഫി പണ്ഡിതൻ, അയാൾ പറഞ്ഞു ഖിയാസ് സഹിയാവണമെങ്കിൽ എന്ത് ഷർത്താണ്? മുഅല്ലലാണ്, ഇന്ന ഇല്ലത്തുണ്ട് എന്ന് സുബൂത്താവണം. അവിടെ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് കാര്യം കൂടിയാണ്. അതായത് മുഅല്ലലാണ് എന്നും അതിന്റെ വസ്ഫ്, അതിന്റെ ഇല്ലത്ത് ഇന്നാലിന്റെ വസ്ഫാണ് എന്നും സുബൂത്താവണം. ഇവിടെ ബല് ഷർത്താക്കണത് എന്താണ്? മുഅല്ലലാണ് സുബൂത്താവണം. മുഅല്ലലാണ് സുബൂത്താക്കാനുള്ള മാർഗം രണ്ടായിരുന്ന ഒന്നുകിൽ മുഅല്ലലാണ് എന്ന് ഇജ്മാ കൊണ്ട് സുബൂത്താകുക, അല്ലെങ്കിൽ അതിന്റെ ഇല്ലത്തിന്നതാണ് നസ്സ് കൊണ്ട് സുബൂത്താകുക. ഇത് രണ്ടായാലും മുഅല്ലലാണ് സുബൂത്തായി. അപ്പൊ മുഅല്ലലാണ് സുബൂത്താകൽ ഷർത്താണ്. ആദ്യത്തെ ആ കൗല് അത് എന്തല്ല, മുഅല്ലലാണ് എന്ന് സുബൂത്താകലല്ല. അതിന്റെ പുറമെ അവര് അതിന്റെ ഇല്ലത്തിന്നതാണ് എന്നും സുബൂത്താകല് ഷർത്താക്കുന്നുണ്ട്. അപ്പൊ ഒരു ഷർത്താക്കണത് ഇതിനെക്കാട്ടിലും ഗൗരവമുള്ളതാണ്. അപ്പോ ഇതും അദ്വൈറ്റും തല്ലാത്ത ഇഖ്റാറല്ല. അപ്പൊ ഈ കൗല് വേറെ, ആ കൗല് വേറെ. ഈ കൗലിന്റെ ഹസില് മുഅല്ലലാണ് സുബൂത്താവണം. മുഅല്ലലാണ് സുബൂത്താകാനാണ് ഈ കൗലിന്റെ അഹ്ലുകാര് ഇല്ലത്ത് നസ് കൊണ്ട് സുബൂത്താവണം എന്ന് പറഞ്ഞത്. എന്നല്ലാതെ നസ് ഇല്ലിയത്ത് സുബൂത്താവലല്ല ഒരു ഉദ്ദേശം. അവിടെ അങ്ങനെയല്ല. അവിടെ എന്താണ്? മുഅല്ലലാണെന്നും അതിന്റെ ഇല്ലത്തിന്റെ വസ്ഫാണ് എന്നും സുബൂത്താവണം, എന്നാലേ ഖിയാസ് നടക്കുള്ളൂ. وإنما فرق بين المسألتين لمناسبة المحلين. മുസന്നിഫ് എന്ത് ചെയ്തു? രണ്ട് മസലന്റെ ഇടയിൽ ഫർക്കാക്കി. ലിമുനാസബത്തിൽ മഹല്ലൈനി, കാരണം ഇവിടെ ചർച്ച എന്തിനെ പറ്റിയാണ്? അസ്ലിന്റെ ഹുക്മിനെ സംബന്ധിച്ചാണ്. അവിടെ ചർച്ച അതല്ല, മഖീസ് അലൈഹിനെ സംബന്ധിച്ചാണ്. അപ്പൊ മഖീസ് അലൈക്ക് എന്ത് ഷർത്താണ്? അതില് മുസ്തദില് പറയുന്ന ഇല്ലത്ത്
അത് ഇല്ലത്താണ്, സുബൂത്താകൽ ഷർത്താണ്. ഇവിടെ എന്താണ് അത് മഖീസ് അലൈന്റെ ഹുക്കുമ് മുഅല്ലലാണ്, സുബൂത്താകൽ ഷർത്താണ്. അത് സുബൂത്താകലുണ്ടായാലും മാർഗത്തിൽ കൂടെ ഇക്കാരം. അസ്സാലിസു മിൻ അർക്കാനിൽ ഖിയാസിൽ ഫർഉ. അപ്പൊ നമ്മളെന്ത് പറഞ്ഞു? ഖിയാസിന് 4 റുക്നുണ്ട്. ഒന്ന് മഖീസ് അലൈഹി. എന്നിട്ട് പറഞ്ഞു മഖീസ് അലൈഹിനെ കൊണ്ടാണ് അസ്ല് എന്ന് പറയുന്നത്. അസ്ലില് വേറെയും 2 കൗലുണ്ട്. മഖീസ് അലൈഹിന്റെ ഹുക്കുമാണ് അസ്ല് എന്നൊരു കൗലുണ്ട്. മഖീസ് അലൈഹിന്റെ ഹുക്കുമിന്റെ ദലീലാണ് എന്നും ഒരു കൗലുണ്ടെങ്കിലും ഫുഖഹാഇന്റെ ഇസ്തിലാഹിനോട് ഒത്തതായിരിക്കുന്ന കൗല് ഏതാണ്? അസ്ല് എന്ന് പറഞ്ഞത് മഖീസ് അലൈഹിയാണ്. അപ്പൊ ഒന്നാമത്തെ റുക്കിന് മഖീസ് അലൈഹി, രണ്ടാമത്തെ റുക്കിന് മഖീസ് അലൈഹിന്റെ ഹുക്കുമ്, മൂന്നാമത്തെ റുക്കിന് മഖീസ് ഫർഇ, പിന്നെ നാലാമത്തെ റുക്കിന് ഇല്ലത്ത്. അപ്പോ രണ്ട് റുക്കിനുകളെ സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റുക്കിനെ പറ്റിയാണ്. സാലിസു മിൻ അർക്കാനിൽ ഖിയാസി അൽ ഫർഉ വഹുവൽ മഹല്ലുൽ മുശബ്ബഹു ബിൽ അസ്ലി. അത് ഈ ഫർഉ എന്ന് പറഞ്ഞത് ഈ അസ്ലിനോട് മഖീസ് അലൈഹിനോട് ഏതൊരു മഹല്ലിനെയാണോ തശ്ബീഹാക്കുന്നത്, ഏതൊരു മഹല്ലിനെയാണോ ഇൽഹാഖാക്കുന്നത്, ഏതൊരു മഹല്ലിനെയാണോ ഖിയാസാക്കുന്നത്, ആ മഹല്ലാണ് ഫർഉ. വഖീല ഹുക്മുഹു, വഖീല ഫർഉ എന്ന് പറഞ്ഞത് എന്താണ്? മഖീസിന്റെ ഹുക്കുമാണ് ഫർഉ. പിന്നെ അപ്പൊ ഫർഇല് 2 കൗലുണ്ട്. ഒന്ന് മഖീസാണ് ഫർഉ, രണ്ടാമത്തത് മഖീസിലെ ഹുക്കുമാണ് ഫർഉ. നബീദാണ് ഫർഉ, നബീദിന്റെ ഹുർമത്താണ് ഫർഉ. അസ്ലില് 3 കൗലുണ്ട്. ഒന്ന് പിന്നെ ഖംറാണ്, മഖീസ് അലൈഹിയാണ് ഖംറ് പോലെ, അതാണ് അസ്ല്. അതിന്റെ ഹുർമത്താണ് അസ്ല്. അതിന്റെ ഹുർമത്തിനുള്ള ദലീലാണ് അസ്ല്. 3 കൗല്. ഫർഇല് 2 കൗലേ വരുള്ളൂ, മൂന്നാമത്തെ ഒരു കൗല് വരൂല. ഏത്? മഖീസിന്റെ ഹുക്കുമിന്റെ ദലീലാണ് ഫർഉ എന്നുള്ള കൗല് വരൂല. കാരണം മഖീസിന്റെ ഹുക്കുമിന്റെ ദലീല് ഖിയാസാണ്. ഖിയാസ് എങ്ങനെയാണ്? ആ ഖിയാസിന്റെ ഒരു ഫർആകല്. കാരണം ഖിയാസിന്റെ ഫർഉ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു റുക്കിനാണല്ലോ. അപ്പൊ ഖിയാസ് എങ്ങനെ അതിന്റെ ഒരു റുക്കിനായി മാറുന്നത്? അപ്പൊ അങ്ങനെ ഒരു കൗല് ഇവിടെ വരൂല. وقد تقدم أنه لا يتأتى قول كالأصل بأنه دليل الحكم. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? അസ്ലില് വന്നതുപോലെ ഒരു കൗല് ഇവിടെ വരൂല. എന്താ കൗല്? ബിഅന്നഹു ദലീലുൽ ഹുക്മി. ഫർഉ എന്ന് പറഞ്ഞത് മഖീസിലെ ഹുക്മിന്റെ ദലീലാണ് ഫർഉ എന്നുള്ള ഒരു കൗല്. അവിടെ മഖീസ് അലൈഹിന്റെ ഹുക്മിന്റെ ദലീലാണ് അസ്ലി എന്നൊരു കൗല് വന്നതുപോലെ ഇവിടെ വരൂല. പിന്നെ അപ്പോ ഒന്നാമത്തെ കൗല് അതാണ്, മഖീസ് അലൈഹി ആണ് അസ്ല്, മഖീസാണ് ഫർഉ. അതാണ് ഫുഖഹാഇന്റെ ഇസ്തിലാഹിനോടൊക്കെ ഒത്തത്. പിന്നെ രണ്ടാമത്തെ കൗല് എന്താണ്? മഖീസ് അലൈഹിന്റെ ഹുക്കുമാണ് അസ്ല്, മഖീസിന്റെ ഹുക്കുമാണ് ഫർഉ. മഖീസ് അലൈഹി ആണ് അസ്ല് എന്ന് പറയുന്ന പോലെ എന്ത് പറയും? ഫർഉ മഖീസാണ്. ഫർഉ മഖീസ് അലൈഹിന്റെ ദലീലാണ് എന്ന് പറഞ്ഞോല് ഒന്നിരിക്കൽ എന്താണ്? അസ്ല് മഖീസ് അലൈഹിന്റെ ഹുക്കുമാണ് എന്ന് പറയും, അല്ലെങ്കിൽ മഖീസ് അലൈഹിന്റെ ദലീലാണ് എന്ന് പറയും. അത് രണ്ടും പറയാൻ പറ്റും. കാരണം മഖീസ് അലൈഹിന്റെ ദലീലിനെ തൊട്ട് എന്തുണ്ടായി? അതിന്റെ ഹുക്കുമുണ്ടായി. ആ ഹുക്കുമിനെ തൊട്ട് എന്തുണ്ടായി? ഫർഇന്റെ ഹുക്കുമുണ്ടായി. പിന്നെ ശുറൂത്തിഹി അൽ ഫർഇ വുജൂദു തമാമിൽ ഇല്ലത്തി ഫീഹി.
പിന്നെ ഫറഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഇത്. മഖീസിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് മഖീസ് അലൈഹിന്റെ ഇല്ലത്ത്. മഖീസ് അലൈഹിക്ക് ഏതൊരു ഇല്ലത്ത് കാരണമായിട്ടാണോ ഹുക്കുമുണ്ടായത് ആ ഇല്ലത്ത് പരിപൂർണമായും ഇവിടെ വേണം, മഖീസില് വേണം. അപ്പൊ ഖംറിലെ ഹുർമത്തുണ്ടായത് ഇസ്കാറിന് വേണ്ടിയാണ്. ആ ഇസ്കാർ പരിപൂർണമായും എവിടെ വേണം, നബീദില് വേണം. എന്നാലേ നബീദക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഹുർമത്ത് വേണ്ടി ഇട്ടെടുക്കുള്ളൂ. വജൂദ് തമാമിൽ ഇല്ലത്തി അല്ലത്തി ഫി തമാമിൽ ഇല്ലത്തി ഫി അസ്ലുള്ള ഇല്ലത്ത് പൂർണ്ണമായും ഫറഇലാകുക. മിൻ ഗൈരി സിയാദത്തിൻ ഔ മഅഹാ, ഒന്നിരിക്കൽ സിയാദത്തോട് കൂടെ ഉണ്ടാകുക, അല്ലെങ്കിൽ സിയാദത്ത് ഇല്ലാതെ. കനബീദ് അലൽ ഖംരി, നബീദിനെ ഖംറിനോട് ഖിയാസാക്കുന്നതില് ഇല്ലത്തായ ഇസ്കാറ് നബീദില് പിന്നെ ഉണ്ട്, സിയാദത്ത് കൂടാതെ ഉണ്ട്. ഖംറിലുള്ള മാതിരി തന്നെ നബീദ് ഉണ്ട്, അതിലേറെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. വലിയതായി മാതാപിതാക്കളോട് ഉപ്പിൻ എന്ന് പറയുന്നതിനോട് ഛേ എന്ന് പറയുന്നതിനോട് അവരെ തല്ലലിനെ ഖിയാസാക്കണോടത്ത് തൗഫീഫ് ഹറാമാകാനുള്ള കാരണമായ ഈദാവ് അതിനേക്കാൾ ശക്തിയായ രൂപത്തില് എവിടെ ഉണ്ട്, വെർബിലുണ്ട്. അപ്പോ ഇല്ലത്ത് പൂർണ്ണമായും ഫറഇലുണ്ടാകുക. ഫറഇ ഇല്ലത്തില് അസുലിനോട് സമയല്ല, സമയിക്കൊള്ളണമെന്നില്ല. സമയിക്കൊള്ളണം എന്ന് പറയുമ്പോ എന്താണ്, ഏറുണ്ടാകല് എതിരാണ്, ഏറുണ്ടായാ പറ്റൂല എന്ന് വരും. അങ്ങനല്ല, ആ ഇല്ലത്ത് പൂർണ്ണമായും ഉണ്ടാകുക, അത് യാദത്തില്ലാതെ ഉണ്ടാകുക, അല്ലെങ്കിൽ യാദത്തോട് കൂടെ ഉണ്ടാകുക. ലിയതഅദ്ദൽ ഹുക്മു ഇലൽ ഫർഇ, എന്തിനാണ് ഇല്ലത്ത് പൂർണ്ണമായും ഫർഇലുണ്ടാകൽ ഷർത്തായത്? ഫസ്ലിന്റെ ഹുക്മ് ഫർഇലേക്ക് വിട്ടുകടക്കാൻ വേണ്ടി. وعدل كما قال عن قول ابن الحاجب أن يساوي في العلة علة الأصل. ഇബ്നുൽ ഹാജിബിന്റെ ഇബാറത്ത് ഇവിടെ ഇതാണ്, ഫർഇന്റെ ഷർത്ത് എന്താണ്, ഷർത്തുകളിൽ പെട്ടതാണ് ഫർഇ അസ്ലിനോട് ഇല്ലത്തിൽ സമമാവുക. അങ്ങനെയാണ് അസ്ല് ഫർഇനോട് ഇല്ലത്തില് സമമാവുക. അസ്ലിനോട് ഫർഇ ഇല്ലത്തില് സമമാവുക എന്നാണ് അവർ ഇബാറത്തിട്ട്. ആ ഇബാറത്തിനെ തൊട്ട് മുസന്നിഫ് തെറ്റിക്കാണ്ട് എന്ത് ചെയ്തു, ഇല്ലത്ത് പൂർണ്ണമായും ഫറഇലുണ്ടാവുക, സമയക്കൊള്ളണമെന്നില്ല, ഏറായിച്ചിട്ട് കുഴപ്പമില്ല. അവിടെ തെറ്റി. കമാകാല മുസന്നിഫ് തെറ്റി. കമാകാല മുസന്നിഫ് തന്നെ പറഞ്ഞതുപോലെ കൗല് ഇബ്നുൽ ഹാജിബിന്റെ കൗലിനെ തൊട്ട് തെറ്റി. എന്താണ് ഇബ്നുൽ ഹാജിബിന്റെ കൗല്? അയ്യുസാവിയ ഫിൽ ഇല്ലത്തി ഇല്ലത്തൽ അസ്ലി. എന്താ തെറ്റാനുള്ള കാരണം? ലീഹാമിഹി ഇബ്നുൽ ഹാജിബിന്റെ കൗല് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി. എന്ത് തോന്നിപ്പിക്കും? അന്ന സിയാദത്ത് വാറാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കൗലിനെ വിട്ട് മുസന്നിഫ് ഈ കൗലിലേക്ക് തെറ്റിയത്. ഫൈൻകാനത്ത് ഖത്ഇയ്യതൻ ഫഖത്ഇയ്യുൻ ഔ ളന്നിയ്യതൻ ഫഖിയാസുൽ അദ്വൻ. അപ്പോ ഇല്ലത്ത് ഖത്ഇയ്യത്താണെങ്കിൽ, അതായത് മുതയഖനത്താണെങ്കിൽ ഉറപ്പുണ്ട്. എന്തുറപ്പുണ്ട്? അസ്ലിലുള്ള ഇല്ലത്ത് ഈ വസ്ഫാണ് എന്ന് ഉറപ്പുണ്ട്. ഈ ആ വസ്ഫ് ഫറഇലുണ്ട് എന്നുള്ള ഉറപ്പുണ്ട്. ഇതാ ആണ്
തൗഫീഫ് ഹറാമാകാനുള്ള കാരണം എന്ന് ഉറപ്പുണ്ട്, ഈദാഹ് വെർബിലുണ്ട് എന്ന് ഉറപ്പുണ്ട്. എന്നാൽ എന്ത് ചെയ്യും, ആ ഖിയാസ് ഖത്ഇയായ ഖിയാസാവും. എന്ന് പറഞ്ഞാൽ മഖീസ് മഖീസ് അലൈഹി പോലെ തന്നെയാണ് എന്ന് ഉറപ്പ്. എത്രത്തോളം മഖീസ് അലൈഹിന്റെ ദലീല് തന്നെ, ദലീല് മഖീസിനെ ഉൾപ്പെടുത്തിയിരിക്കണ് എന്ന് ഉറപ്പ്. അപ്പോ ഒലാ ജഖുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്ത് വെർബിനെ ഉൾപ്പെടുത്തിയിരിക്കണ്, തല്ലിനെ ഉൾപ്പെടുത്തിയിരിക്കണ് നമുക്ക് ഇവിടെ ഉറപ്പാ. എന്തുകൊണ്ട് ഉറപ്പാണ്? തൗഫീഫ് ഹറാമാകാനുള്ള കാരണം ഈദാ ആണ് എന്ന് ഉറപ്പുണ്ട്. ഈദാ വെർബില് അതിനേക്കാൾ ശക്തിയായി ഉണ്ട് എന്ന് ഉറപ്പുണ്ട്. അപ്പൊ അതെന്താണ്? ഖത്ഇയ്യ. നേരെ മറിച്ച് ഇന്ന വസ്ഫാണ് ഇല്ലത്ത് എന്ന് തന്നെ ഉള്ളൂ, അത് മഖീസിലുണ്ട് എന്നുള്ള ഉറപ്പാണ്, പക്ഷെ അതാണ് ദലീല് എന്ന് തന്നെ ഉള്ളൂ. ഇപ്പൊ ഏതുപോലെ തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കിനോടത്തുള്ളായിരിക്കും. തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കിനോടത്ത് തുഫാഹിൽ തുഴമുണ്ട്, അത് ഭക്ഷ്യവസ്തുവാണ് എന്നുറപ്പാണ്. പക്ഷേ ഭക്ഷ്യവസ്തു ആയതിനു വേണ്ടിയാണ് ബുറ് ഇബവി ആയത് എന്ന് ഉറപ്പില്ല. അത് നമ്മളെ അഭിപ്രായമാണ്. ഹനഫിയാള് പറഞ്ഞ മാതിരി അത് എന്താണ്, മക്കീല് അളക്കപ്പെടുന്ന സാധനം ആയതിനു വേണ്ടിയാവാം. അതുപോലെ മാലിക്കയാള് പറഞ്ഞ മാതിരി അത് സൂക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന പിന്നെ പ്രധാന ഭക്ഷണമായതിനു വേണ്ടിയാവാം. അപ്പോ അങ്ങനൊക്കെ ആകാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ ഖിയാസ് എന്തേ ആവുള്ളൂ? ധന്യായ ഖിയാസേ ആവുള്ളൂ. അതായത് ബുറ് രിബവിയാണ് എന്ന് അറിയിക്കുന്ന സഹിയായ ഹദീസ് തുഫാഹിന് ഉൾപ്പെടുത്തിയിരിക്കണ് എന്നുള്ളത് ധന്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഖിയാസിന് എന്താണ്, ഖിയാസിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഖത്ഇയായ ഖിയാസ്, ധന്യായ ഖിയാസ്. എപ്പോഴാണ് ഖിയാസ് ഖത്ഇയാകുക? അത് മഖീസ് അലയിലുള്ള ഹുക്കും, മഖീസ് അലയിന്റെ ഇല്ലത്തിന്റെ വസ്ഫാണ് എന്നും ഉറപ്പ്, ആ വസ്ഫ് മഖീസിൽ ഉണ്ട് എന്ന് ഉറപ്പ്. എന്നാൽ ആ ഖിയാസ് ഖത്ഇയാണ്. ഖിയാസ് ഖത്ഇയായുള്ള ഫായിദ എന്താ? ഹുക്കുമുണ്ട് എന്ന് ഉറപ്പിട്ടാലല്ല, മറിച്ച് മഖീസ് അലൈഹി പോലെ തന്നെയാണ്, മഖീസ് അലൈഹിന്റെ ദലീല് മഖീസിനെ ഉൾപ്പെടുത്തിയിരിക്കണെന്ന് ഉറപ്പിട്ടു. അത് വെച്ചിട്ട് പിന്നെ ഹുക്കുമോണ്ട് എന്തായിക്കൊള്ളണമെന്നില്ല, ഉറപ്പിട്ടിക്കൊള്ളണമെന്നില്ല. ഹുക്കുമോണ്ട് ഉറപ്പിട്ടൂല. കാരണം ആ മഖീസ് അലൈഹിന്റെ ഇത് പിന്നെ ഹുക്കുമുണ്ട് എന്ന് അറിയിക്കണ ദലീൽ ഒരു ആയത്തൊന്നും അല്ല, മുത്തവാത്തിറ ഹദീസും അല്ല, ഒരു ഖബർ വാഹിദാണ്. സഹിയായ ഹദീസ് തന്നെ, മുത്തഫഖുൻ അലൈഹി ഹദീസൊക്കെ തന്നെയാണ്. പക്ഷേ അത് ആവുമ്പോ ഇപ്പോ അത് അത് പിന്നെ വന്നിനെ ഫായിദപ്പിക്കൊള്ളും. കാരണം ഖബർ വാഹിദ് എത്ര സഹിയാണെങ്കിലും അത് പറഞ്ഞ ഏതെങ്കിലും റാവി നോണറിഞ്ഞതാകാനുള്ള സാധ്യത ഉണ്ട്, പേച്ചതാകാൻ സാധ്യത ഉണ്ട്. ആ സാധ്യതയൊക്കെ നിലനിൽക്കലോട് കൂടെ വന്നല്ലേ ഇട്ടുള്ളൂ. അപ്പൊ ഖിയാസ് ഖത്ഇയാകാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കാര്യം ഉറപ്പുണ്ടായാൽ മതി. അതുകൊണ്ട് എന്തായിക്കൊള്ളണമെന്നില്ല, ഹുക്കുമോണ്ട് ഉറപ്പിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ പിന്നെ മഖീസ് അലൈഹിനെ പോലെ തന്നെയാണ്, മഖീസ് അലൈഹിന്റെ ദലീല് മഖീസിനെ ഉൾപ്പെടുത്തുന്നുള്ള ഉറപ്പാ കിട്ടുക ഖിയാസ് ഖത്ഇയായാലും കൊണ്ട്. وإن كانت العلة قطعية بينقطع بعلية الشيء في الأصل بينقطع تيقن بعلة الشيء في الأصل. അസിലുള്ള ഇല്ലത്ത് ഇന്നാലിന ഷെയ്ആണ് എന്നുറപ്പ്, അത് ഫർഇ വബിവുജൂദിഹി ഫിൽ ഫർഇ കൽഇസ്കാരി വൽഇദാഇ ഫീമാ തഖദ്ദം. അപ്പൊ ഖംറ് ഹറാമാകാനുള്ള ഇല്ലത്ത് ഇസ്കാറാണ് എന്ന് ഉറപ്പ്, ഇസ്കാർ നബീദിലുണ്ട് എന്ന് ഉറപ്പ്. എന്ന് പറഞ്ഞ മാതിരി തൗഫീഫ് ഹറാമാകാനുള്ള കാരണം ഈദാ ആണ് എന്ന് ഉറപ്പ്, ഈദാ അതിലും കൂടുതലായിട്ട് വെർബിലുണ്ട് എന്ന് ഉറപ്പ്.
എന്നാൽ ഖത്ഇയ്യും ഖിയാസുഹാ, എന്നാൽ ആ ഖിയാസ്, ആ ഇല്ലത്തിന്റെ ഖിയാസ് ഖത്ഇയായ ഖിയാസാണ്. കഅന്നൽ ഫർഅ ഫീഹി തനാവലഹു ദലീലുൽ അസ്ൽ. എത്രത്തോളം ദലീൽ, മഖീസ് അലൈന്റെ ദലീല് മഖീസിനെയും കൂടി ഉൾപ്പെടുത്തിയതുപോലെ, അതായത് മഖീസ് അലൈന്റെ അതേ ദലീൽ കൊണ്ട് മഖീസിന്റെ ഹുക്മ് സുബൂത്താവുന്നത് പോലെ